ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് യു.പിയിലെ ഹത്രസിൽ പ്രാർത്ഥനാ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞു. ശിവഭക്തർക്കായി സംഘടിപ്പിച്ച സത്സംഗത്തിന് ഇടെയായിരുന്നു ദുരന്തം ഉണ്ടായത്. മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. 100ഓളം പേർക്ക് പരിക്കേറ്റു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും യു.പി മുഖ്യമന്ത്രിയും അനുശോചിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു. ശ്രീജിത്ത്, മരണസംഖ്യ ഉയരുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലും പുറത്തു വരുന്നത്. എത്രയാണ് മരണസംഖ്യ ഇപ്പോൾ? ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും യു.പിയിലെ പ്രാദേശിക മാധ്യമങ്ങളുമൊക്കെ ഇപ്പോൾ നൽകുന്ന മരണസംഖ്യ എത്രയാണ്? ഒപ്പം ഈ തിക്കിത്തിരക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ ഹത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന മറ്റു വിവരങ്ങളും എന്തൊക്കെയാണ്? ലക്ഷ്മി, തീർച്ചയായും രാജ്യത്തെ നടുക്കിയ വലിയ ദുരന്തമാണ് ഇന്ന് ഉച്ചയോടുകൂടി ഹത്രാസിൽ ഉണ്ടായിട്ടുള്ളത്. അത് രതിൻപൂർ വില്ലേജിലും രതിൻപൂർ ജില്ലയിലും ഫിലിപ്പൂർ എന്ന് പറഞ്ഞ രണ്ട് വില്ലേജുകളായിട്ടാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 3ഓളം വില്ലേജുകളിലെ സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ ഈ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അനൌദ്യോഗികമായി അത് 15,000-ത്തോളം ആളുകൾ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. ഒരു ഭോലെ ബാബ എന്ന് പറയുന്ന ഒരു പ്രാദേശിക ലോക്കൽ ഒരു പ്രാർത്ഥന ഒക്കെ നടത്തുന്ന ഒരാളുടെ നേതൃത്വം നടത്തിയ ഒരു സത്സംഗമാണിത്. ഒരു ശൈവക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ സത്സംഗം നടത്തിയത്. ഒരു ചെറിയ പ്രദേശത്ത് വലിയ ആൾക്കൂട്ടം എത്തിയാൽ എന്താകും സംഭവിക്കുക എന്നുള്ളതിന്റെ വലിയ ദുരന്ത ഉദാഹരണമാണ് ഹത്രാസിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും പേരെ ഉൾക്കൊള്ളാൻ തക്കവണ്ണമുള്ള ഒരു വലിയ മൈതാനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പരമാവധി ചെറിയൊരു മൈതാനത്ത് വലിയ ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അത് ഒരു ചെറിയ ബാരിക്കേഡിൽ ഇവരെല്ലാം ചേർത്ത് നിർത്തുകയും അത് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയും ഇന്നലെ രാവിലെ മുതൽ തന്നെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയും ഇന്നലെ വൈകിട്ടോടുകൂടി പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തെ ആ ബാരിക്കേഡ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുകയും ഈ ബോല ഗുരു അദ്ദേഹത്തിന്റെ കാർ മടങ്ങുകയും ഉടൻ തന്നെ ആളുകൾ പുറത്തേക്ക് പോകാൻ പെട്ടെന്ന് ഓടുന്ന ഒരു ദൃശ്യം. ആ സംഭവത്തിൽ നിന്നാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബാരിക്കേഡ് മറിച്ചിടുന്നതോടെ കൂടുതൽ ആളുകളിലേക്ക് ഇത് വീഴുന്നു. കുട്ടികൾ വീഴുന്നു. കുട്ടികളെ രക്ഷപ്പെടുത്താൻ സ്ത്രീകൾ ശ്രമിക്കുന്നു. ഒപ്പം അത് വലിയ ദുരന്തമായി പര്യവസാനിക്കുകയാണ് ഉണ്ടായത്. ചെറിയ ആൾക്കൂട്ടമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ കുറഞ്ഞാൽ. ഇനിയും മരണസംഖ്യയെ സംബന്ധിച്ച് 107 എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. അത് നിർബന്ധമായും അത് വർദ്ധിക്കുമെന്ന് തന്നെയാണ് അധികൃതർ, ജില്ലാ പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ട്. DGP ഉണ്ട്. 2 മന്ത്രിമാർ സംഭവ സ്ഥലത്തുണ്ട്. ഈ 2 മന്ത്രിമാരോടും അവിടെ നേരത്തെ തന്നെ എത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. കാരണം ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. ഈ ചെറിയൊരു പ്രദേശമാണ്. ഹത്രാസിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇവരെ ആശുപത്രികളിലേക്ക് എത്തിക്കുക. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതാണ്. അതായത് ഈ ട്രാക്ടറുകളിലും ട്രോളികളിലും ഒക്കെയാണ് ആളുകളെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഉച്ചയ്ക്ക് നടന്ന ദുരന്തമാണെങ്കിൽ കൂടിയും വൈകുന്നേരവും ആശുപത്രികളിലേക്ക് ഇത്രയും ദൂരം, അതായത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള വലിയ മെഡിക്കൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ കൂടി അവിടെ ഉണ്ട്. കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യണം. ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. എറ്റ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രധാനപ്പെട്ട ഒരു ആശുപത്രി ഉള്ളത്. അവിടുന്ന് അലിഗഡ് മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെ എത്തിക്കുമ്പോഴേക്കും മരണസംഖ്യ വല്ലാതെ വർദ്ധിക്കുകയായിരുന്നു. ഇനിയും മരണസംഖ്യ വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ആളുകളൊക്കെ അങ്ങോട്ട് എത്തിച്ചേരുന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരും മറ്റ് മന്ത്രിമാരൊക്കെ ഏറ്റവും വൈകിയാണ്, വളരെ ദൂരെ യാത്ര ചെയ്ത് വൈകിയാണ് എത്തിയിട്ടുള്ളത്. ഇത് ദുരന്തത്തിന്റെ വ്യാപ്തിയും മരണസംഖ്യയും വർദ്ധിക്കുന്നതിന് കാരണമായി. പ്രധാനമന്ത്രി യു.പി മുഖ്യമന്ത്രി ആദിത്യനാഥ് രാഷ്ട്രപതിക്ക് അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യു.പി മുഖ്യമന്ത്രി മന്ത്രിസഭ 2 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷ്മി, അത്യന്തം ഭീതിതമായിരുന്നു അവിടുത്തെ അവസ്ഥയെന്നാണ് ദൃക്സാക്ഷികൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം. ശ്രീജിത്ത്, ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യു.പി സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും പ്രാഥമിക നിഗമനം എന്താണ്? ഇത്ര വലിയ ദുരന്തത്തിൽ കലാശിച്ചത് എന്താണ് എന്നാണ് പ്രാഥമികമായ നിഗമനം? യാതൊരുവിധ മാർഗനിർദ്ദേശമോ മാനദണ്ഡമോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് ഈ ചെറിയ സ്ഥലത്ത് ഒത്തുകൂടാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ കാരണം. അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, നേരത്തെ വാതിൽ എന്നാണ് ലക്ഷ്യം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നതും നമുക്ക് കിട്ടുന്ന വിവരങ്ങളും ഒരു ചെറിയ ബാരിക്കേഡിന്റെ ഒരു വരി മാത്രമാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, ഒരു കൈയകലത്തിൽ മാത്രം ആളുകൾക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഒരു ചെറിയ വാതിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്.
ആ വാതിൽ തള്ളി തുറന്ന ആളുകൾ ഈ ഇന്നലെ മുതൽ ഈ സത്സംഗത്തിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വീടുകളിലേക്ക് മടങ്ങാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം, ഒരു ധൃതി കാണിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ അപകടം. ഒരു തരത്തിലുള്ള നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഒരു താൽക്കാലിക അനുമതി മാത്രം കൊടുത്തു എന്നുള്ളതാണ് ഈ ചടങ്ങിന്. അത് യു പിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത്, യു പിയിലൊക്കെ ഇത്തരം പ്രാർത്ഥനാ പരിപാടികളൊക്കെ നടക്കുമ്പോൾ അനുമതിയൊന്നും ആരും ചോദിക്കാറുമില്ല, നൽകാറുമില്ല. ഒരു താൽക്കാലിക അനുമതി നൽകിയെന്നാണ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത്. ഇത് ഉച്ചയ്ക്ക് നടന്ന അപകടമാണെങ്കിലും ആദ്യം 27 പേരെ മരിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പിന്നീട് 50 ആകുന്നു, പിന്നീട് 80 ആകുന്നു, ഇപ്പൊ 100ലേക്ക് കടക്കുകയാണ്. കാരണം ഇത് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അധികൃതർക്ക് പോലും എത്ര ആളുകൾ പങ്കെടുത്തു, എന്താണ് ഈ പരിപാടിയുടെ മാനദണ്ഡം, ആരാണ് അനുമതി കൊടുത്തത്, ഇതിനൊന്നിനെ കുറിച്ച് ആർക്കും യാതൊരുവിധ ധാരണയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അതുതന്നെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി. ലക്ഷ്മി, അവിടെ വലിയ സുരക്ഷാ പാളിച്ച നടന്നതായി തന്നെയാണ് പ്രാഥമികമായ നിഗമനം. 100 കവിഞ്ഞിരിക്കുന്നു മരണസംഖ്യ. ശിവഭക്തർക്കായി സംഘടിപ്പിച്ച സത്സംഗത്തിനിടെയായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. മരിച്ചവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ദുരന്തത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും യു പി മുഖ്യമന്ത്രിയും അനുശോചിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. इस समय चर्चा के बीच अभी मुझे एक दुखद खबर भी दी गई है। यूपी के हाथरस में जो भगदड़ हुई उसमें अनेकों लोगों की दुखद मृत्यु होने की जानकारी आ रही है। जिन लोगों की इस हादसे में जान गई है, मैं उनके प्रति अपनी संवेदना व्यक्त करता हूं। मैं सभी घायलों के जल्द से जल्द ठीक होने की कामना करता हूं।